ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് പായസം. അതിനുവേണ്ടി 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് വൃത്തിയാക്കിയതിന് ശേഷം 300 ഗ്രാം തൂക്കമുണ്ട്. ഇനി അരക്കപ്പ് ചവ്വരി 2-3 തവണ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ടിടണം. ആ ചവ്വരിയുടെ മുകളിൽ വരെ നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ച് വേണം കുതിരാൻ വെക്കാൻ. 1 മണിക്കൂർ തൊട്ട് എത്ര സമയം വേണേലും നമുക്ക് ഇത് കുതിർത്തെടുക്കാം. ഞാൻ 2 മണിക്കൂറേ വെച്ചുള്ളൂ. ഇനി നമുക്ക് ആ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നെയ്യുടെയൊക്കെ അളവൊന്നുമില്ല പ്രത്യേകിച്ച്. ഞാനിവിടെ 1.5 സ്പൂൺ ചേർത്തു. നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. നെയ്യെല്ലാം മെൽറ്റായി കഴിയുന്നുണ്ടേ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ബീട്രൂട്ടൊക്കെ പച്ചക്കറിക്ക് ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊക്കെ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. എല്ലാം എടുത്ത് കളയുകയൊക്കെ ചെയ്യും. ഇതൊന്നും കളയാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കും. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം വേണ്ടവർക്ക് പിന്നീട് ചേർക്കാം കേട്ടോ. ഇനിയും ആ പഞ്ചസാരയും ആ നെയ്യും ആ ബീട്രൂട്ടും കൂടെ നല്ലതായിട്ട് അതൊന്ന് വരട്ടിയെടുക്കണം. ഈ വരട്ടിയെടുക്കുന്നതനുസരിച്ചിരിക്കും പായസത്തിൻ്റെ ടേസ്റ്റ്. നല്ലതുപോലെ വരളണം. കുറച്ചേറെ സമയം ഇട്ട് നമ്മളത് ചെയ്യണം. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതൊരുപാട് അങ്ങ് കുറയുന്നേണ്ട കണ്ടോ. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററാണ് ആകെ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ചവ്വരി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചവ്വരി വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ചവ്വരി വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിട്ടപ്പോൾ മനസ്സിലാവുമല്ലോ, ഒന്നേ തൊടാതിരിക്കും. അല്ലാതുള്ള വില കുറഞ്ഞ ചവ്വരിയൊക്കെ ആണെങ്കിൽ അത് കലങ്ങിയിട്ട് പായസം അങ്ങ് കൊഴുത്തു പോകത്തേ ഉള്ളൂ. അല്ലാതെ ചവ്വരി ഒന്നും കാണാനുള്ള ഇല്ല. ഇത് മാളുകളിലൊക്കെ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള ചവ്വരി തന്നെ നോക്കി വാങ്ങണം. ഇനി ബാക്കി 1/2 ലിറ്റർ പാലിരിക്കുന്നൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പായസം എന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് പായസങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഏലക്കാപ്പൊടി ചേർക്കണം. ഞാൻ പഞ്ചസാര ചേർക്കാതെ ഏലക്കയുടെ കുരു തന്നെ പൊടിച്ചെടുത്തതാണ്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് ആ ചവ്വരിയൊക്കെ കിടക്കുന്നത് നന്നായിട്ട് കാണരുത്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ വറുത്തിടാനുണ്ട്. അതിന് പാൻ വെച്ച് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും 2 ടേപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിനൊക്കെ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.